കുഞ്ഞിച്ചു മിനസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്സോ. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലോർഡ് ഓഫ് മിസ്റ്ററീസ് എന്ന് പറഞ്ഞ ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് 7 മലയാളം എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, എനിക്കറിയാം വീഡിയോ നന്നായിട്ട് താമസിച്ചു, പക്ഷേ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. നിങ്ങൾക്കും എനിക്കും ഒരേപോലെ തന്നെ. സോ ഇതൊന്ന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു. അതുമാത്രമല്ല, അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പണിയും കിട്ടി. സോ അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും താമസിച്ചത്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഹൈപ്പ് ബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് മിസ്റ്റർ റസിക്കിനെ ക്ലെന്നിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലെൻ ചോദിക്കുന്നുണ്ട്, അല്ല താങ്കൾ എന്നോട് പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഫ്യൂച്ചറിൽ കുറച്ച് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടെന്ന്, അതിപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടോ? ക്ലെൻ, ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ 2-3 മാസമായി നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കോയിൻസിഡൻസുകൾ നിനക്ക് കാണാൻ സാധിച്ചോ? കോയിൻസിഡൻസോ? അതെ, നിന്റെ ചോദ്യത്തിന് ഉത്തരം ചിലപ്പോൾ അതായിരിക്കാം. ഈവൻ നീ എന്നോട് ചോദിച്ച ആ ഒരു കാര്യമില്ലേ, അതും ഈ കോയിൻസിഡൻസിൽ വരുന്ന ഒരു കാര്യമായിരിക്കാം. എന്ത്, ആൻറ്റിഗ്യൂസ് ഫാമിലിയുടെ നോട്ട്ബുക്കോ? അത് കഴിയാൻ നേരത്തെ നമുക്ക് നമ്മുടെ ബീബറിനെ അതേപോലെ മറ്റൊരാളെയും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ക്ലെന്നും നെല്ലും കൂടെ ആ ഒരു ഓഫീസിലേക്ക് കയറിയതാണ്. അതിൻ്റെ അകത്തായിട്ട് എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. അന്നൊരു ഹോളിഡേ കൂടിയായിരുന്നു. അത് മാത്രമല്ല, എല്ലാവരും കേക്കൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. കാര്യം അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എൻഗേജ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ പാർട്ടിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കേക്ക് കഴിച്ചിരുന്ന ടൈമിലാണ് ക്യാപ്റ്റൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇന്നത്തെ പെട്രോൾ ഇതായിരിക്കും. കെല്ലിയും ഷീക്ക് എന്തായാലും വെസ്റ്റ് സൈഡ് നോക്കട്ടെ, ലിയനാർഡും റഷ്ടെ എന്തായാലും ബാൽത്രിയാണ് നോക്കട്ടെ, ഫ്രീ ഞാൻ കൂടെ നോർത്തേൺ സൈഡിലേക്ക് പൊക്കോളാം. അപ്പോൾ ക്ലെൻ ചോദിക്കുന്നുണ്ട്, അല്ലേ ക്യാപ്റ്റൻ, അപ്പോൾ ഞാനോ? അല്ല, എന്നെപ്പറ്റി താങ്കൾ മറന്നുപോയോ? ആ ടൈമിലാണ് ലിയനോട് വന്ന് പറഞ്ഞത്, ക്ലെൻ നീ പേടിക്കണ്ട, അത് നൈറ്റ് മേഴ്സിൻ്റെ ഒരു പ്രശ്നമാണ്. ചില സമയങ്ങൾക്ക് അവർക്ക് ഡ്രീം ചെയ്ത റിയാലിറ്റി ചെയ്താന്ന് മനസ്സിലാകത്തില്ല, ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോവും. ആ ടൈമിൽ അവർ ചില കാര്യങ്ങളും മറന്നു പോകുന്നതാണ്. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ക്ലെൻ ഒരു കാര്യം ചെയ്യ്, നീ എന്തായാലും ചെയിൻ സ്കെയിലിലേക്ക് പോകും. ഞാൻ ഒറ്റക്കോ? അവിടെ പ്രത്യേകിച്ച് സീനൊന്നുമില്ല, എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. പിന്നൊരു കാര്യം നീ ഓർക്കണം, എന്ത് സൗണ്ട് കേട്ടാലും നീ പുറത്തുനിന്ന് അത് തുറക്കാൻ പാടില്ല, അകത്തുനിന്ന് തുറക്കുന്നത് വരെ. അതുകൊണ്ട് നീ ആ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. കോപ്പ് ഇത് കേട്ടിട്ട് വീണ്ടും ടെൻഷനാണെന്നല്ലോ. അല്ലേ ക്ലെൻ, നീ ഇപ്പോൾ വന്നിട്ട് 2-3 മാസം കൊണ്ടായില്ലേ? അതെ. എങ്കിലൊരു കാര്യം ചെയ്യും, നീ ഒരു റിപ്പോർട്ട് എഴുതാ, നമുക്ക് മുകളിലേക്ക് കൊടുക്കാനാണ്. ആൻഡ് മിനിമം 10,000 വേർഡ്സ് വേണം. എന്ത് 10,000 വേർഡ്സോ? ആൻഡ് അത് കഴിഞ്ഞ് കാണുന്നത് ക്ലെൻ കുറച്ച് ബുക്സ് ആയിട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം റിപ്പോർട്ട്സ് ആയിരുന്നു. അതായത് എലിയൻ്റെ കിഡ്നാപ്പിനെ പറ്റി, റേ ബീബറിൻ്റെ ഇൻസിഡൻറ്റിനെ പറ്റി, വിൻസെൻ്റെ മാജിക് മിററിനെ പറ്റി. സോ എല്ലാം കൂടെയുള്ള റിപ്പോർട്ടൊക്കെ ആയിരുന്നു. ആൻഡ് അതുമാത്രമല്ല, കൂട്ടത്തിൽ ലൈബ്രറിനെ പറ്റിയൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അവനെ ക്ലെൻ അതെല്ലാം ഒന്ന് അടുക്കി വെക്കാൻ നേരത്താണ് പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. അവനായിട്ട് തന്നെ തോക്ക് എടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങും. അതൊരു ചെയിൻ സ്കിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. ക്ലെന്നായിട്ട് പതുക്കെ അവിടേക്ക് നടക്കുകയും ചെയ്യും. ഈ സമയത്ത് ആ ഗേറ്റ് പതുക്കെ അവിടെ നിന്ന് തുറയുന്നുണ്ട്. അങ്ങനെ ക്ലെന്നിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പെട്ടെന്നാണ് ഒരു കൈ വന്നത്. ക്ലെൻ പേടിച്ച് വിറക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ എന്തോ ഒരു രൂപം ആ ചെയിൻ സ്കിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട്. അതൊരു പാവയായിരുന്നു. എന്നിട്ട് ക്ലെന്നെ നോക്കി പെട്ടെന്ന് അതിൻ്റെ രൂപം മാറുകയും പിന്നെ കാണിക്കുന്നത് ഒരു വലിയ മണിമുഴക്കമാണ്. ഇരിക്കുന്ന എല്ലാവരും അവിടേക്ക് ഓടി വരും. റീനാൾഡും ബാക്കിയുള്ളവർ എല്ലാവരും അവിടേക്ക് ഓടി വരും. ക്ലെൻ എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ അവർ വന്നപ്പോൾ ആ ഗേറ്റൊക്കെ അടഞ്ഞു കിടക്കുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ആ ഗേറ്റ് തുറന്ന് അതിനകത്തുള്ളൊരു പാവ പുറത്തേക്ക് വന്ന് എന്തോ എൻ്റെ നേരം നീട്ടി. പിന്നെ പെട്ടെന്ന് അത് അകത്തേക്ക് പോയി. ആർട്ടിഫാക്ട് 30625 അല്ലേ? പെട്ടെന്ന് അവർ ബാക്കിലേക്ക് ചാടും. അത് മിസ് ഫോർച്യൂൺ പപ്പറ്റ് അല്ലേ? അല്ല, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ക്ലെൻ, ചെയിൻ സ്കിൻ്റെ കൺട്രോൾ പോകുന്നത് ഒട്ടും നിസ്സാരമായ കാര്യമല്ല, വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. ആൻഡ് ഇങ്ങനെ സംഭവിച്ചപ്പോൾ നേരത്തെ ഉണ്ടായ ഒരു വാച്ച്മാനെ പോലും പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. അത്രത്തോളം ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ്. അടുത്ത സെക്കൻഡ് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കും. അവരുടെ തിരിഞ്ഞ് തൻ്റെ തോക്കുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതാട്ടെ നമ്മുടെ നെല്ലായിരുന്നു. നെൽ പതുക്കെ അവിടേക്ക് വരികയും ചെയ്യും. എന്തോ പറ്റിയ പോലെയാണ് പുള്ളിക്കാരൻ അവിടേക്ക് വരുന്നത്. പെട്ടെന്ന് ക്ലെൻ ഓടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നെൽ എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ഞാനൊന്ന് റിച്വലൈസിങ് മാജിക് യൂസ് ചെയ്താണ്. അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ ബാത്റൂം എന്നും പറഞ്ഞ് ഓടുവാണ്. ഇതാണ് റിച്വലൈസിങ് മാജിക്കിൻ്റെ പ്രശ്നം. മര്യാദയ്ക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പല പണിയും കിട്ടും. എന്തായാലും കുഴപ്പമൊന്നും വന്നില്ലല്ലോ, നിനക്ക് ഭാഗ്യമുണ്ട് കേട്ടോ ക്ലെൻ. നിന്നെ എന്തായാലും വിശ്വസിക്കാൻ പറ്റുമെന്നും മനസ്സിലായി. വിശ്വസിക്കാൻ പറ്റുമെന്നോ? അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലായിരുന്നോ? ക്ലെൻ, അത് ഓർത്തേ വേണ്ട, കാര്യം അതൊരു പ്രൊസീജിയർ മാത്രമാണ്. അല്ല, നിനക്ക് ഉറപ്പല്ലേ അത് മിസ് ഫോർച്യൂൺ പപ്പറ്റാണെന്ന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിന് ഇതുവരെ ജീവൻ്റെ സാന്നിധ്യം കണ്ടിട്ടില്ല. സോ പെട്ടെന്ന് അതിന് ജീവൻ വന്ന് അത് ഗേറ്റും തുറന്ന് ഒരു വാച്ച്മാൻ അവിടേക്ക് അട്രാക്ട് ചെയ്തെന്ന് പറയുന്നിടത്ത് എന്തോ അത് വീണ്ടും ജനിച്ച പോലെയുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വന്ന ആർട്ടിഫാക്ട് അതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പുതിയതായിട്ട് വന്ന ആർട്ടിഫാക്ട് എന്ന് പറയുന്നത് അത് ആൻറ്റിഗ്യൂസ് ഫാമിലിയുടെ നോട്ട്ബുക്ക് അല്ലേ?
പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീറ്റിംഗ് ആണ്. ഫുള്ളായിട്ട് അവർ കൊണ്ടുവന്ന നമ്മുടെ റൊസാലിൻ്റെ നോട്ട്സൊക്കെ ഇന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ജൂലൈ 14 മിസ്റ്റർ സാർലിനെ ഞാൻ വീണ്ടും കണ്ടുമുട്ടി. അവൻ എന്നെ ഏൻഷ്യൻ്റ് ഓർഗനൈസേഷനിലേക്ക് എത്തിച്ചു, ദി സീക്രട്ട് ഓർഡർ. അതുമാത്രമല്ല അവനൊരു സീക്വൻസ് 9 സീറായിരുന്നു. അവൻ എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു, ഒരു ലോ ലെവൽ സീക്വൻസ് സൂക്ഷ്മതയോടെ നോക്കിയാൽ മാത്രമേ അത് ഫുള്ളി ഡൈജസ്റ്റ് ആകത്തുള്ളൂ. അതുമാത്രമല്ല അവന് ആൻറ്റിഗസ് ഫാമിലിയുടെ ഒരു സീക്രട്ട് ആർട്ടിഫാക്ട് മോഷ്ടിക്കണമായിരുന്നു. അത് കഴിയാവുന്നതാണ് നമ്മുടെ ജസ്റ്റിസ് ചോദിക്കുന്നത്, മിസ്റ്റർ ഫുഡ് എൻ്റെ പോർഷൻ ഫുള്ളി ഡൈജസ്റ്റ് ആകാൻ ഇനിയും എത്ര നാൾ വേണ്ടി വരും? ഒരു ലോ ലെവൽ സീക്വൻസ് പോർഷൻ സൂക്ഷ്മതയോടെ ആക്ട് ചെയ്താൽ മാത്രം 1 മാസം മുതൽ 6 മാസം കൊണ്ട് അത് ഫുള്ളി ഡൈജസ്റ്റ് ആകാൻ പറ്റും. ഇതൊക്കെ കണ്ടിട്ട് അവരൊന്ന് ഞെട്ടുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ഹാങ്ഡ് മാൻ പറയും, ഞാൻ റീസെൻ്റ്ലി ഒരു കാര്യം കേട്ടു. അറോറ ഓർഡറിൽ നിന്നാണ് ആ റൂമർ കേട്ടത്. ട്രൂ ക്രിയേറ്ററിനെ പറ്റിയാണ്. ട്രൂ ക്രിയേറ്ററോ? അതെ. ഹിഡനായുള്ള പല ഓർഗനൈസേഷനും ഇപ്പോഴും വിശ്വസിക്കുന്നത് ദി ട്രൂ ക്രിയേറ്റർ പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോർ ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. ആൻഡ് ആ ബാക്കി നിൽക്കുന്ന കോറിനെയാണ് ട്രൂ ക്രിയേറ്റർ എന്ന് വിളിക്കുന്നത്. ദി എംബർ റോസാൽ ക്രിയേറ്റ് ചെയ്ത ദി ഹാങ്ഡ് മാൻ എന്ന കാർഡ് ഇതിൻ്റെ റെഫറൻസിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. മിസ്റ്റർ ഫുൾ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ദി ട്രൂ ക്രിയേറ്റർ അല്ലേ, പക്ഷേ ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ദി ഫോളൻ ക്രിയേറ്റർ എന്നാണ്. ദി ഫോളനോ? അപ്പം മിസ്റ്റർ ഫുളിന് അതിനെപ്പറ്റി അറിയാലേ. എന്തായാലും താങ്ക് യു ഫോർ യുവർ ഗൈഡൻസ്. അതുമാത്രമല്ല ഞാൻ കേട്ടത് ദി ഫോളൻ ക്രിയേറ്ററിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന പിയോണസിൻ്റെ എണ്ണം റീസെൻ്റ്ലി നന്നായിട്ട് കുറയുന്നു എന്നാണ്. ആൻഡ് ഇത്രയും മതിയോ? താങ്കൾക്ക് ഞങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ റൊസാലിൻ്റെ ഡയറി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അത് മാത്രമല്ല ആൻറ്റിഗസ് ഫാമിലിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതും എനിക്ക് ഉപകാരമാകും. അവരെ പറ്റി അധികം വിവരമൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ അതിശക്തമായ ഇറി എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് പാത്വേ ഉണ്ട്. അത് മാത്രമല്ല അവരുടെ ഹിസ്റ്ററി 3rd എപ്പിസോഡ് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ 4th എപ്പിസോഡിൽ എംബർ ഓഫ് ദി ഗോഡ് ആൻറ്റിഗസ് ഫാമിലി, അതേപോലെ എബ്രഹാം ഫാമിലി, ഏമൻ ഫാമിലി ഇവരെല്ലാവരും ബ്ലഡ് എംബറിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 4th എപ്പിസോഡിൽ വെച്ച് എവർനൈറ്റ് ഗോഡസ് കാരണം അവരെല്ലാവരും ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിരുന്നു. ഇത് കേൾക്കാനത്ത് ക്ലെൻ നിന്ന് ഞെട്ടുന്നുണ്ട് എന്ന് കുറച്ചൊന്നും ആലോചിച്ചിട്ട് പറയും ചെയ്യും. എന്തായാലും മീറ്റിംഗ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും പോയിട്ടുണ്ട്. സോ എവർനൈറ്റ് ഗോഡസ് ആണ് ആൻറ്റിഗസ് ഫാമിലിനെ ഡിസ്ട്രോയ് ചെയ്തത്. പക്ഷേ ആൻറ്റിഗസ് ഫാമിലിയുടെ ആ ഒരു ആർട്ടിഫാക്ട് മോഷ്ടിക്കണമെന്ന് എന്തിനാണ് എംബറർ പറഞ്ഞത്? അത് മാത്രമല്ല ആ ഡേഞ്ചറസ് പാത്വേ എന്തുവാണ്? കോപ്പ്, ഇത് കുറേ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ കോയിൻസിഡൻസ് എന്തായിരുന്നു? ആദ്യത്തേത് ആ ഒരു കിഡ്നാപ്പിംഗ് കേസാണ്. ആൻറ്റിഗസ് ഫാമിലിയുടെ നോട്ട്ബുക്കിനെ പറ്റിയുള്ള ആദ്യ ക്ലൂ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. രണ്ടാമത്തത് ബേബറിൻ്റെ നോട്ട്ബുക്ക് അബ്സോർഷനാണ്. അവിടെ വെച്ചാണ് ആർട്ടിഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. മൂന്നാമത് സെലീനയുടെ മാജിക് മിററാണ്. പക്ഷേ ഇത് മൂന്നിലും എനിക്കൊരു കോൺസെപ്റ്റൊന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു പേപ്പർ കിടിച്ചിട്ട് പറയുന്നുണ്ട്, സോ കിഡ്നാപ്പിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ റീസൺ എന്തുവാണ്? അടുത്ത സെക്കൻഡിൽ തന്നെ ക്ലെൻ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ടുണ്ട്. അവിടെ ആൻറ്റിഗസ് ഫാമിലിയുടെ നോട്ട്ബുക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു സിറ്റി കാണാൻ സാധിക്കും. ഇത് കണ്ടപ്പോൾ അവൻ ഞെട്ടി. പക്ഷേ അവനായിട്ട് അവിടേക്ക് പോകാൻ പറ്റുന്നില്ല. അടുത്ത സെക്കൻഡിൽ തന്നെ ബേബറും അതുപോലെ സെലീനയുടെ മാജിക് മിററിൻ്റെ ആ ഒരു റിയൽ റീസൺ അവൻ നോക്കുന്നുണ്ട്. ഇത് രണ്ടും ചെന്നെത്തിയത് ആ അതേ സിറ്റിയിലേക്ക് തന്നെയാണ്. എന്നാൽ ആ ആൻസർ കറക്റ്റ് അല്ലായിരുന്നു. കാര്യം എന്തോ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത് ക്ലൗൺ പോർഷനെ പറ്റിയുള്ള കേസിനെ പറ്റി അവൻ നോക്കുന്നുണ്ട്. ഇത് ചെന്നെത്തിയത് ബീബറിൻ്റെ ശവത്തിൻ്റെ അടുത്തേക്കാണ്. ആൻഡ് ബീബറിൻ്റെ ശവത്തിൽ നിന്ന് എന്തൊന്നും മുകളിലേക്ക് പോകുന്നുണ്ട്. അത് ഗ്ലോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലൗണിനെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ആ ക്ലൗണിൻ്റെ കോപ്സിൻ്റെ മേളിലേക്കും എന്തൊന്നും മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അവൻ കാണുന്നത് അവൻ്റെ കൂട്ടുകാരനായുള്ള വെൽച്ചിനെ വിൻസെന്റിനെ ആയിരുന്നു. അവിടെ വെച്ചാണ് ആ നോട്ട്ബുക്ക് അവൻ കാണുന്നത്. സോ ഞാൻ ആ നോട്ട്ബുക്ക് യൂസ് ചെയ്ത് സീക്രട്ട് ഡോട്ടിനെ ലൂർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ല, പക്ഷേ ഇവൻ ആരാണ്? ആ ടൈമിൽ അവരുടെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് ടിങ്കൻ സിറ്റിയുടെ ആ ഒരു ഡീവിയേഷൻ ക്ലബ്ബാണ്. ക്ലെന്നായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ട്. അവനെ കത്ത് ഒരു പെണ്ണ് ഓടയിപ്പ് ഉണ്ടായിരുന്നു. അവളുടെ കയ്യിലിട്ട് ചെറിയൊരു പാത്രത്തിൻ്റെ കള്ളാസം ഉണ്ട്. അതിൻ്റെ അകത്താണ് അവൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ലാവനിയസ് ഇവനായിരുന്നു ഹൊർണാക്കസ് മൗണ്ടൻ ഇൻസിഡൻറ്റിലുണ്ടായ ഒരു പ്രധാന കുറ്റവാളി. അവനായിരുന്നു. സോ മാഡം, നിങ്ങൾ ലാവനിയസിനെ പറ്റി അറിയാനാണ് വന്നതെങ്കിൽ അവൻ യൂസ് ചെയ്ത് എന്തെങ്കിലും കൊണ്ടുവന്ന തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അവൻ്റെ മകനെ മതിയോ? എന്ത് മകനോ? അതെ, ഇവളുടെ വയറ്റിൽ കിടക്കുന്നത് അവൻ്റെ മകനാണ്. ഇവളെ ഗർഭിണിയാക്കിയിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള പൈസയും എല്ലാം എടുത്തിട്ട് അവൻ നാട് വിട്ട് കളഞ്ഞു. ഞങ്ങൾ അവനെ കണ്ടുപിടിക്കണം, എന്ത് വന്നാലും കണ്ടുപിടിക്കണം. പക്ഷേ ബേബി പുറത്ത് വരാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് നാളിലൂടെ കാത്തിരിക്കണ്ടേ? കാത്തിരിക്കാൻ വേണ്ട, എത്രയും പെട്ടെന്ന് ഒരു ക്ലിനിക്കിൽ ചെന്ന് ഇതിനെ ഞാൻ വലിച്ച് പുറത്തിറക്കി തരുന്നതാണ്. ആ സമയത്ത് ആ പെങ്കുച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ വട്ടാണ്, ഞാൻ എൻ്റെ കൊച്ചിനെ ഒരിക്കലും വിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ പുറത്തേക്ക് ഓടുന്നുണ്ട്. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ക്ലെന്നായിട്ട് അവനാ കണ്ട അവർ മിസ് ചെയ്ത സ്ഥലം പടം എടുത്ത് പുറത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, അല്ല നീ ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഇതിനു മുമ്പ് ഇവനോട് വന്നിട്ടുണ്ട്. ഇവിടെയോ? അതെ, വിൻസെന്റിനോട് കാണാനുണ്ടായിരുന്നു. വിൻസെന്റ് രണ്ടും തൊട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സംസാരിക്കുന്നത് അവരെന്താണ് സംസാരിച്ചത് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അയ്യോ, അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ എന്തോ റൂയിൻസിനെ പറ്റി പറയുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. റൂയിൻസ് ചിലപ്പോൾ
അതെ, ഹൊർണാക്സ് റൂൺസ്. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നേരത്തെ കണ്ട ഒരു ബുക്കിനകത്ത് ഡ്യൂലിങ് എന്ന ലൈബ്രറി എന്നതിനെ പറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഒരു ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിലേക്ക് അവൻ കണ്ട ആ ഒരാൾ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ അതിനകത്തേക്ക് കയറുന്നുകൊണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ക്ലെനും അവിടേക്ക് വന്നിട്ടുണ്ട്. ക്ലെനായിട്ട് ആ ലൈബ്രറിയിലുള്ള രജിസ്റ്ററൊക്കെ ഒന്ന് പരിശോധിക്കുവാണ്. അവിടെ വെച്ച് അവൻ ലാവനിയസിൻ്റെ പേര് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പേരും അവൻ ശ്രദ്ധിച്ചു. അത് സിറിയസിൻ്റെ ആയിരുന്നു. ആൻഡ് ഈ പേര് കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ മിൻസിൻ്റെ മരണ ദിവസം വരെ. അത് കഴിയുമ്പോൾ ക്ലെനായിട്ട് ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് പോകും. അവിടുന്ന് അവനൊരു ബുക്ക് എടുക്കാൻ നേരത്താണ് പെട്ടെന്ന് അത് ശ്രദ്ധിക്കുന്നത്. ഇതവനല്ലേ ഞാൻ കണ്ടവൻ? അല്ല, ഇനി ഇതൊരു കോൺസെപ്റ്റ് ആയിരിക്കുമോ? അല്ല, ഇവൻ കുറച്ച് സ്ട്രെങ്തി ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്യും ഇനി ഞാൻ എന്ത് ചെയ്യുന്നു പറയാൻ നേരത്ത് പെട്ടെന്ന് ക്ലെന്നെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ക്ലെൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ നേരെ പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. ക്ലെന്നായിട്ട് പെട്ടെന്ന് പോയി പോലീസിനെ വിളിക്കാൻ പറഞ്ഞിട്ട് നേരെ അവൻ്റെ പുറകെ ഓടുകയും ചെയ്യും. അവൻ നേരെ ഒരു ജനലും പൊട്ടിച്ച് ഓടിയതുകൊണ്ട് തന്നെ അവൻ്റെ രക്തം താഴെ വീണിട്ടുണ്ട്. സോ ആ രക്തത്തിനെ ഫോളോ ചെയ്താണ് ക്ലെൻ മുന്നോട്ട് പോയത്. പെട്ടെന്നാണ് ദൂരത്ത് നിന്ന് ഇവൻ ചാടി വന്ന് ക്ലെന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. പക്ഷേ ഇത്തവണ അവൻ ഹാഫ് ഡീമനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ക്ലെന്നിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് അവൻ നേരെ താഴത്തേക്ക് വീണ് പോകുവാണ്. അടുത്ത സെക്കൻഡ് തന്നെ ക്ലെന്നിൻ്റെ ഫ്രണ്ടിൽ വന്നുകൊണ്ട് തന്നെ അവൻ്റെ തല നോക്കി വെടിവെച്ച് അവൻ അങ്ങോട്ട് കൊന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇവൻ ചിലപ്പോൾ ഇപ്പോൾ മരിക്കും, അതിനു മുമ്പ് തന്നെ എനിക്ക് അതിനെപ്പറ്റി അറിയണം, പക്ഷേ ആദ്യം തന്നെ ക്ലോൺ പോഷനെ പറ്റി അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ പറയുന്നുണ്ട്. സോ ക്ലോൺ പോഷൻ്റെ റെസിപ്പി എന്താണെന്നും പറഞ്ഞുകൊണ്ട് അവളിലേക്ക് ചോദിക്കുന്നുണ്ട്. അതായത് അവൻ്റെ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവൻ അവിടെ ഇരുന്ന് ആ ഒരു ക്ലൗൺ പോഷൻ്റെ റെസിപ്പി എഴുതുന്നതാണ്. ക്ലെന്നായിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ്റെ കയ്യിലുണ്ടെന്ന ആ ഒരു കീ ചെയിൻ ശ്രദ്ധിക്കുന്നത്. അത് മറ്റാരുടെ അല്ലായിരുന്നു, ദി ട്രൂ ക്രിയേറ്ററിൻ്റെ ആയിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ക്ലെൻ്റെ പുറകിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടും. ആ രൂപം ക്ലെന്നെ തുറിച്ച് നോക്കാൻ തുടങ്ങും. പെട്ടെന്ന് ക്ലെൻ എന്തോ പറ്റുന്നിടത്താണ് ക്യാപ്റ്റൻ അവിടേക്ക് വന്ന് ക്ലെന്നെ പിടിക്കുന്നത്. ക്ലെൻ ഒരു സ്പിരിറ്റ് ബോഡിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതത്ര നല്ല കാര്യമൊന്നുമല്ല. നിന്റെ ഭാഗ്യം നിന്നെ ഇപ്പോൾ രക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ എപ്പോഴും നിന്റെ കൂടെ ആ ഭാഗ്യം കാണണമെന്നുമില്ല. അല്ല, എന്നോട് ക്ഷമിക്കൂ. ഈ സമയത്ത് ലിയോണാർഡും അവിടേക്ക് ഉണ്ടായിരുന്നു. ലിയോണാർഡെ അവൻ്റെ ബോഡി ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് അവനൊരു ലെറ്റർ കിട്ടുന്നത്. ആ ലെറ്റർ തുറന്ന് നോക്കാറുള്ളത് മിസ്റ്റർ ഇസഡിനുള്ളതായിരുന്നു. മിസ്റ്റർ ഇസഡോ അതാരാണ്? അറോറ ഓർഡറിലുള്ള 22 ഓറക്കിൾസിനെയും ലെറ്റേഴ്സ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വിൻസെന്റിനും എനിക്കും ആൻറ്റിഗസ് ഫാമിനെ പറ്റി വലിയ വിവരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സീർ, ക്ലൗൺസ് ആൻഡ് അപ്രൻറ്റിസ് പോഷൻ്റെ റെസിപ്പി കിട്ടിയിട്ടുണ്ട്. ആൻറ്റിഗസ് ഫാമിലിയുടെ ആ ഒരു സീക്രട്ടുള്ള ട്രഷർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് മിക്കവാറും ആ ഒരു ഹൊർണാക്സ് മണ്ണൻ പീക്കിലാകാനായിരിക്കും ചാൻസ് ഉള്ളത്. ആൻഡ് ഫൈനലി മിസ്റ്റർ സി, ഡൂംസ്ഡേയുടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഡൂംസ്ഡേ എത്തുമ്പോൾ ടിങ്കൻ സിറ്റിയിലുള്ള എല്ലാവരെയും ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നതാരും സീരിയസ് അപ്പാരൻസ് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ലെറ്റർ അവസാനിപ്പിക്കുന്നത്. സോ ഇവനായിരുന്നില്ലേ സീരിയസ്? അങ്ങനെ ക്ലെൻ വീണ്ടും അവൻ്റെ ഗ്രേ ഫോഗിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ആൻറ്റിഗസ് ഫാമിലിയുടെ ആ ഒരു ഡേഞ്ചറസ് ഈറി പാത്വേ എന്ന് പറയുന്നത് സീർ പാത്വേ തന്നെയാണല്ലേ. വെറുതെ അല്ല ആ പോഷൻ കുടിച്ചു കഴിയാൻ നേരത്തെ തന്നെ ഞാൻ ഹൊർണാക്സിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയത്. അത് മാത്രമല്ല, സോ ആൻറ്റിഗസ് ഫാമിലിയുടെ ആ ട്രഷറും ഒറിജിനലാണ്. പക്ഷേ അതെങ്ങനെ? ഒന്നാമത് ആ നോട്ട്ബുക്ക് കാരണം തന്നെ എത്ര പേർ മരിച്ചു. അപ്പോൾ ട്രഷർ എന്നു മാത്രം ഭയാനകമാണ്. കോപ്പ് ഇനി ഇതെല്ലാം കോയിൻസിഡൻസ് ആയിരിക്കുമോ? സോ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ സീക്രട്ടോണിൻ്റെ കയ്യിൽ നിന്ന് ആൻറ്റിഗസ് ഫാമിലിയുടെ നോട്ട്ബുക്ക് നഷ്ടപ്പെട്ടു. അത് കഴിയുമ്പോൾ ക്ലെൻ സൂയിസൈഡ് ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്കാട്ടെ എംബർ റൊസാലിൻ്റെ ആ ഒരു ഡയറി കിട്ടുകയും ചെയ്തു. ആൻഡ് അതുകൊണ്ട് ഞാൻ സീർ സെലക്ട് ചെയ്തു. കാര്യം എംബർ റൊസാൽ സീർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. കാര്യം പുള്ളിക്കാരനെ അറിയാമായിരുന്നു മിസ്റ്റർ സാർട്വൽ ലീഡർ ഓഫ് ദി സീക്രട്ട് ഓർഡർ ഒരു ഹൈ സീക്വൻസ് ബിയോണ്ടർ ആയിരുന്നു. ആൻഡ് പുള്ളിക്കാരൻ ഒരു സീർ പാത്വേയുടെ ഒരാളാണ്. സോ ഇത് എല്ലാം കണക്റ്റഡ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലൈബ്രറിയിൽ വെച്ച് സീരീസിനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു. സീരീസിനെ എനിക്ക് കാണാൻ സാധിച്ചു. ക്ലോൺ പോഷൻ്റെ റെസിപ്പി കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. അതെനിക്ക് കിട്ടുകയും ചെയ്തു. എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ആണ്. ആൻഡ് അത് മാത്രമല്ല, ആരോ വരച്ചുള്ള ആരോ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പാതയിലൂടെ ഞാൻ സഞ്ചരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെയും ഏറ്റവും വലിയ കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ക്ലെന്നിൻ്റെ മരണമാണ്. സോ അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് ക്ലെന്നിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ റീസൺ അറിയാൻ വേണ്ടി അവനൊരു കാര്യം ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ ചെല്ലുന്നത് അതേ സ്ഥലത്തേക്ക് തന്നെയാണ്. ഇതിനു മുമ്പ് അവൻ ചെന്ന അതേ സ്ഥലത്തേക്ക് തന്നെ. കോപ്പ് ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ. എൻ്റെ ഡീവിയേഷൻ കൊണ്ട് ഇവിടെ ഒരു ഉപയോഗവുമില്ല. എൻ്റെ ഡീവിയേഷൻ ഇവിടെ ഒട്ടും പവർഫുൾ അല്ല. ഇത് പറഞ്ഞു തീരുന്ന അടുത്ത സെക്കൻഡ് തന്നെ ക്ലെന്നിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ക്ലെന്നിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോർഷൻ ഫുള്ളി ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഡൈജഷൻ്റെ കീ എന്ന് പറയുന്നത് ഡീവിയേഷന് റിലേ ചെയ്യാൻ പാടില്ല എന്നാണല്ലേ. ഡീവിയേഷൻ്റെ അവസാനത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡീവിയേഷൻ ഒരിക്കലും അതിശക്തമല്ല എന്ന് മനസ്സിലാക്കണം. അതാണ് ഏറ്റവും വലിയ പ്രിൻസിപ്പിളും. ക്ലെന്നായിട്ട് അവൻ കണ്ട ആ സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണാൻ തുടങ്ങി. അവിടെ വെച്ചാണ് അവനുണ്ട് ചിമ്മിനെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അവിടേക്ക് കാലെടുത്ത് വെച്ചതും അതെല്ലാം പെട്ടെന്ന് തടയാൻ നോക്കും. അതായത് അവനെ തടഞ്ഞ് അവനെ നേരെ ബാക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ എല്ലാത്തിൻ്റെ പിന്നിലുള്ളവൻ, അവൻ്റെ രഹസ്യം എല്ലാം ആ സ്ഥലത്താണല്ലേ ഉള്ളത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലാവനിയസിനെയാണ്. അവനായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു റിച്വൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആയിട്ട് ഒരു പെൺകുട്ടിയും കുറച്ചധികം ആൾക്കാരും നീപ്പുണ്ട്. അങ്ങനെ അവൻ ആ റിച്വൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ അമാനുഷികമായ പലതും സംഭവിക്കുകയും ചെയ്യും. അവൻ്റെ റിച്വലിൻ്റെ അടുത്തുള്ള എല്ലാവരും മരിച്ച് വീഴുകയും ചെയ്യും.
എന്നിട്ട് അവിടെ വീണ് കിടക്കുന്ന ആ രക്തവും ബാക്കിയുള്ള അമാനുഷിക ശക്തിയെല്ലാം കൂടെ ആ പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് കയറി ആ പെണ്ണിൻ്റെ ശരീരരൂപം മാറിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. പിന്നെ ടെയിൽ എൻഡിൽ ചെറിയൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഗ്ലെന്നായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത് പറയുന്നത് ആൻറ്റിഗസ് ഫാമിലിയുടെ ആ ഒരു ട്രഷർ ദി നേഷൻ ഓഫ് ദി എവർ നൈറ്റ് റൂയിൻസിനാണ് ഉള്ളത്. അത് പറഞ്ഞത് മറ്റാരുമല്ല, ആ ഒരു മിസ് ഫോർച്യൂൺ പപ്പറ്റായിരുന്നു. പെട്ടെന്ന് ക്ലഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ഇതെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു പോയത്? ഇതെനിക്ക് ഓർക്കാൻ പോലും പറ്റിയില്ലല്ലോ. സോ ഇതിനർത്ഥം ആൻറ്റിഗസ് ഫാമിലിയുടെ നോട്ട്ബുക്കിനെ പറ്റി ആർക്കും അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ല എങ്കിലും എന്നിട്ട് കാണിക്കുന്നത് ആ പാവ അവനെ കാണിച്ചു കൊടുത്ത ഒരു സിമ്പിളാണ്. ആ സിമ്പിളും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.